അവൻ വിളിച്ചോടി. ഓ ഇതുവരെ ഇല്ല. നിങ്ങളൊന്ന് ചോറ് കഴിക്കേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ? നേരെ 2 മണിയാവുന്നു. മരുന്ന് കഴിക്കാനുള്ളതല്ലേ? അവർ വന്നോളൂ. വേണ്ടടി, അവൻ കൂടി വന്നിട്ട് കഴിക്കാം. പിള്ളേരുടെയൊക്കെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് എത്ര കാലമാടി. ആ, ഞാനൊന്ന് പോയി മേല് നനച്ചിട്ട് വരാം. എന്നാ ഞാൻ അങ്ങനെ ചെല്ലട്ടെ. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരാണോ? അവരാണെന്ന് തോന്നുന്നത്. നിങ്ങൾ മുഖം വെപ്പിച്ച് നിൽക്കാതെ അവനോട് മിണ്ടണം കേട്ടോ. പിള്ളേരെ കാണാൻ കൊതിയാകുന്നു. ഞാനേ ലക്ഷ്മിയോട് കുടിക്കാനെടുക്കാൻ പറഞ്ഞിട്ട് വരാം. വന്നോ? തിരുവനന്തപുരത്താണോടാ വന്ന? അതെ, കുറച്ച് ലേറ്റ് ആയി. എടാ തോമസ് കുട്ടി, നീ വന്നോടാ. എടാ അവളും പിള്ളേരൊക്കെ എന്തിയടാ? അവൾക്കെന്തോ ലീവ് എടുക്കാൻ പറ്റിയില്ല. അവളില്ലാതെ പിള്ളേരും പറ്റില്ല. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. അവർക്കിവിടെ ഒന്ന് സെറ്റ് ആകത്തില്ല. എന്നാലും കഷ്ടമായി പോയി. നീ വാ, വന്ന് ചോറ് കഴിക്കേ. ഞാൻ വന്നപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു. എനിക്ക് ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. ഞാനൊന്ന് കിടക്കട്ടെ. ചാച്ച, അന്നമ്മോ, വിളമ്പ് വെച്ചതൊന്നും തിരിച്ചെടുത്ത് വെക്കണ്ട. ഞാൻ കഴിക്കാൻ വരുവാ. നല്ല വിശപ്പുണ്ട് എനിക്ക്. അവരെന്നാ പറ്റി? അവരെന്താ ഇങ്ങനെ? മക്കൾ വലുതാകുമ്പോ അപ്പനമ്മമാർ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അതാണടി പുതിയ ലോകത്തിന്റെ പാഠം. ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്. വിളിച്ചവർ വരാതിരുന്നപ്പോ വിളിക്കപ്പെടാത്തവരെ കൂടെ ഇരുത്തി വിരുന്നു കൊടുത്ത ഒരു കഥ. അകത്ത് പോയി പാത്രം എടുത്തു വെക്ക്. 1 അല്ല 3. അവൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ആർക്കാ? 3 വേണം. അവളെയും കൂടി വിളിക്കാൻ, ലക്ഷ്മി. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകാൻ. എന്നാ ഉറങ്ങുവാണോ? മോളോ? നീ എന്തോന്നും പറയാൻ ഇങ്ങോട്ട്? എനിക്കെന്താ, എന്റെ വീട്ടിൽ വന്നൂടെ? കർത്താവിനെ കെട്ടിച്ചു കൊടുത്തെങ്കിലും ഇത് എപ്പോഴും എന്റെ വീട് തന്നെയാണ്. എവിടെ എന്റെ ചേട്ടൻ? നേരിട്ട് കണ്ടാലെങ്കിലും ഓർമ്മയുണ്ടായെന്ന് നോക്കട്ടെ. എവിടെ? അതൊന്നും പറയണ്ട മോളെ. അവരെല്ലാവരും കൂടി വരുമെന്ന് പറഞ്ഞ് ചാച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി ഒരുക്കവാ. വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അവൻ മാത്രമേ വന്നുള്ളൂ. വന്നതും എന്തൊക്കെയോ മാറ്റം. അവൻ പഴയതുപോലൊന്നും അല്ല മോളെ. ചാച്ചന് വലിയ വിഷമമായി. അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എവിടെ? ഞാൻ ചോദിക്കാമല്ലോ അവനോട്. അവൻ വന്നു, അകത്ത് കയറി, പിന്നെ മുറി കയറിയിരുന്നു. പിന്നെ ഇപ്പൊ ഇതേ എങ്ങോട്ടും ഇറങ്ങിപ്പോയി. മോളെ, ശരിക്കും അവൻ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പ്രശ്നം കാരണം ചിലപ്പോ നിങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയല്ല മോളെ, എനിക്കെന്തോ പേടിയാകുന്നു. മോൾ വല്ലതും കഴിച്ചോ? ഓഹോ, ഇവിടെ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയാണ് മടക്കല ഫീസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് വന്നത്. നല്ല വിശപ്പ്. എന്നതാ അമ്മ കഴിക്കാൻ? എല്ലാം ഉണ്ട് മോളെ. ഉണ്ടാക്കി വെച്ചതൊന്നും ആരും കഴിക്കാനില്ലാഞ്ഞിട്ട് ഞാൻ അത് ലക്ഷ്മിക്ക് എടുത്തു കൊടുത്തു. പാവം, അവളുടെ കൊച്ചിന്റെ കൈ അവൻ തല്ലി ഒഴിച്ചു. നിന്റെ ഓർഫനേജിൽ എങ്ങാനും ആ കൊച്ചിനെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. വേഗം എനിക്ക് ഫുഡ് എടുത്തേ. എന്നതാ സ്പെഷ്യല്? നീ വാ, എല്ലാം തിന്ന് നിർത്തിട്ട് നിന്നെ ഞാൻ വിടും. ഹലോ, അതെ അതെ അതെ. ഇടത്തോട്ട് തിരിയുമ്പോ 4ാമത്തെ വീട്. അതെ അതെ, നീല പെയിന്റ് അടിച്ച വീട്. അതെ, അകത്തേക്ക് പോന്നുള്ളൂ. ഞാനിവിടെ ഉണ്ട്. ചേട്ടായി വന്നോ? ഞാൻ അറിഞ്ഞില്ല, അകത്തായിരുന്നു. നിന്റെ വക്കീൽ പണിയൊക്കെ എങ്ങനെ പോകുന്നു? അത് പാസ്സായിട്ടല്ലേ ഉള്ളൂ. പിള്ളേരുടെ കൂടെയാണ് എപ്പോഴും. ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട് കുറെ
കേസൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പണി. ഇപ്പൊ അച്ഛന്മാർക്കും കന്യാസിമാർക്കും ഇതാണല്ലോ പണി. ചേട്ടായി എന്താ അങ്ങനെയൊക്കെ പറയണേ? നേരത്തെ പള്ളിയിൽ ഇറങ്ങാത്ത ആളായിരുന്നല്ലോ. അതൊക്കെ അന്ന്. ഇപ്പോ വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. അതെന്നാ ചേട്ടായി അങ്ങനെ പറഞ്ഞത്? പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ എല്ലാരും പറഞ്ഞല്ലേ? അതങ്ങനെയാ, ഓരോരുത്തർക്കും സ്വന്തം കാര്യം വരുമ്പോഴല്ലേ അറിയൂ. ചേട്ടായി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നീ ആദ്യം പോയി ക്രിസ്ത്യാനികളെ നന്നാക്കാൻ നോക്കും, ഇങ്ങോട്ട് വേണ്ട. അതെന്താ? ചേട്ടായി ക്രിസ്ത്യാനിയല്ലേ? ഇപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ. നീ എന്നെ ആർക്കാനാണ് ഈ പറയുന്നത്? ദൈവദോഷം പറയരുത്, വായി തോന്നുന്നതെല്ലാം പറയുക. ഒരു മതം മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. ആരാ? രജിസ്റ്റർ ഓഫീസിൽ നിന്നാ ഈ സാറ് വന്നിട്ട് വന്നതാ. ഇതെന്താ ചേട്ടായി കാണിക്കുന്നേ? നീ എന്താണ് ഇവിടെ വല്ല കച്ചവടം നടത്തുന്നുണ്ടോ? ചാച്ചൻ അറിയാത്ത എന്ത് കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്? വയസ്സാകാലത്ത് എല്ലാവർക്കും കൂടി വല്ല പുണ്യം കൊടുത്തേ വലിയ കന്യാസ്ത്രീമഠം എഴുതി കൊടുക്കാതിരിക്കാൻ ഞാനൊരു മുൻകരുതൽ എടുത്തതാ. ചേട്ടായി നിനക്ക് എന്താ അവളെ കെട്ടിയപ്പോ വെളിവ് നഷ്ടപ്പെട്ടോ? വെളിവ് നഷ്ടപ്പെട്ടതേ നിങ്ങൾക്കാ. എല്ലാരും കൂടെ ചേർന്ന് എല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇവളിവിടെ കയറി ഇറങ്ങുന്നത്. നിർത്തണ നിന്റെ അഹങ്കാരം. ഇത് അവളുടെ കൂടെ വീടാ. ഇവിടെ അവൾ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. ഇനി ഞാനിവിടെ വരുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പോവുക. ചാച്ചനും അമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നുമോ അങ്ങോട്ട് വന്നാൽ മതി. നീ അവിടെ പോവാ, അവിടെ നിൽക്കേ. എവിടെയോ കണ്ട പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കയറിയപ്പോ ഞങ്ങൾ എതിർത്തു. അതിലെന്നതാണ് അവർ തെറ്റ്? ഊരും പേരും അറിയാത്ത അവള് നിന്റെ ജീവിതം മുടക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ എതിർത്തത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അവളെ തന്നെ രജിസ്റ്റർ